എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതായത് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം എന്ന് പറയുന്ന UDFന്റെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യത്തെ ഗ്യാരണ്ടിയായ ഈ സൗജന്യ ബസ് യാത്ര ഗ്യാരണ്ടി തിങ്കളാഴ്ച മുതൽ നടപ്പിലാക്കുകയാണ്. അതിന്റെ വിശദ വിവരങ്ങൾ ഇന്ന് എല്ലാ പത്രങ്ങളിലുമുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പദ്ധതിയുടെ ഗുണവശങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ VD സതീശൻ വഞ്ചിക്കുകയാണ്. അങ്ങനെയാണ് ആര് പറയുന്നത് അറിയോ? ഈ അന്തം കമ്മികൾ മുഴുവൻ പറയുന്നത്. അന്തം കമ്മികളും അവർക്ക് ഓശാന പാടുന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ നമുക്കറിയാലോ. VD സതീശന്റെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം VD സതീശന്റെ ആ പത്രസമ്മേളനത്തിൽ അല്ലേ, ആ മുഖ്യമന്ത്രി ഈ ബ്രീഫിംഗ് നടത്തിയപ്പോൾ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും ഒക്കെ പത്രലേഖകർ VD സതീശന്റെ മുഖത്ത് നോക്കി ചോദിച്ചത്, മുഖ്യമന്ത്രി ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ എന്നാണ്. സ്ത്രീകളെ വഞ്ചിക്കുകയല്ലേ, അല്ലെ, സ്ത്രീകളെ വഞ്ചിക്കുകയായിരുന്നില്ലേ? സതീശൻ അതിന് കൃത്യമായി ഉത്തരം പറഞ്ഞു. അപ്പൊ സ്ത്രീകളെ വഞ്ചിക്കുകയല്ലേ എന്ന് ചോദിച്ചത്, ഇവരുടെ ചോദ്യം കേട്ടാൽ വിചാരിക്കും പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിരുന്നു. ഇവരുടെ ചോദ്യം കേട്ടാൽ അതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ VD സതീശൻ വന്നോടെ എന്ത് ചെയ്തു അറിയോ? ഈ സൗജന്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി. ഇതാണ് ഇവരുടെ ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഇതൊരു ആദ്യപടിയാണ്. ഇതിന്റെ വരുംവരായികൾ നോക്കട്ടെ, ഇതിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെ നോക്കട്ടെ. കാരണം KSRTCക്ക് ഓരോ മാസവും ഇതിനുള്ള നഷ്ടം ഗവൺമെന്റ് കൊടുക്കണം. അല്ലാതെ തന്നെ കഴിഞ്ഞ 10 വർഷം ജെട്ടി മന്ത്രിയും വേറൊരു മൺകുണാഞ്ഞൻ മന്ത്രിയും കൂടി ഭരിച്ച് മുടിപ്പിച്ച വകുപ്പാണ് KSRTC. ആ KSRTC ഓരോ മാസവും നഷ്ടത്തിലാണ്. ഓരോ മാസവും കോടികളാണ് സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കേണ്ട തുകയോടൊപ്പം ഇനി ഈ സ്ത്രീകൾക്കുള്ള ഈ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആ നഷ്ടം കൂടി വകവെച്ചു കൊടുക്കണം സംസ്ഥാന സർക്കാർ. ഇത് സംസ്ഥാന സർക്കാർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സതീശൻ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ ഇവർക്ക് ഓർഡിനറി ബസ്സിൽ മാത്രം പോരാ. ഇതാണ് ഇപ്പൊ വ്യാപകമായ പ്രചാരണം. അതാണ് VD സതീശൻ സ്ത്രീകളെ വഞ്ചിച്ചു. എന്താ വഞ്ചിച്ചത്? ഇവർക്ക് ഓർഡിനറി ബസ്സിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് ഇവരോടുള്ള വഞ്ചനയാണത്രേ. അതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഭയങ്കര അപാകതയുണ്ട്. അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ KSRTC ബസ്സുകളുള്ളത്. മലബാർ മേഖലയിൽ ഇല്ല. നമുക്കറിയാം, മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ കുറവാണ്. മലബാർ മേഖലയിൽ അപേക്ഷിച്ച്, ഈ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച്. ഞാനും ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം ഇവർ എത്ര ബസ് ഈ മലബാർ മേഖല മലബാർ മേഖലയിലേക്ക് അനുവദിച്ചു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ മലബാർ മേഖലയിലേക്ക് എത്ര KSRTC ബസ്സുകൾ അനുവദിച്ചു? ഒന്നുമില്ല. ഇവർ 10 വർഷം ഭരിച്ചിട്ട് മലബാർ മേഖലയിൽ ഒരു ബസ്സും അനുവദിച്ചില്ല. കേന്ദ്രം ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ ബസ് വരെ വേണ്ടെന്ന് പറഞ്ഞു. എതിർപ്പം പറയാണ് മലബാർ മേഖലയിൽ ബസ്സില്ലാത്തത് VD സതീശന് കുറ്റാണ്. നമ്മളൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ പദ്ധതി എന്താണ്? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം, ഓർഡിനറി ബസ്സുകളിൽ സൗജന്യം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകൾ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് VD സതീശന്റെ കുറ്റാണോ? അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിന്റെ കുറ്റമാണോ? വകുപ്പ് മന്ത്രിയായ CP ജോണിന്റെ കുറ്റമാണോ? നമുക്ക് വിമർശിക്കാം, രാഷ്ട്രീയപരമായും ഒക്കെ വിമർശിക്കാം. ഒരു സർക്കാരിനെ പ്രതിപക്ഷം ചെയ്യേണ്ടത് അതാണ്. പക്ഷേ ഭരണകൂടം ചെയ്യുന്ന, അല്ലെങ്കിൽ ഭരണ വിഭാഗം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അല്ലെ, ജനങ്ങൾക്ക് അതാണ് നോക്കേണ്ടത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ. ഇത് VD സതീശനും മന്ത്രിമാർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. അവര് നേരത്തെ പ്രഖ്യാപിച്ചൊരു പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കുമ്പോ അനാവശ്യമായ ആരോപണങ്ങൾ, ഒരു കഴമ്പുമില്ലാത്ത, നമുക്ക് ചിരി വരുന്ന ഇന്നത്തെ പത്രത്തിൽ കുറെ കൂടി വ്യക്തമായിട്ട് ഇത് വെറും ഓർഡിനറി ബസ്സിൽ മാത്രമല്ല. അതാണ് അതിന്റെ വലിയ രസം. ഇത് വെറും ഓർഡിനറി ബസ്സിൽ മാത്രമല്ല, ഇന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്നത്തെ മലയാള മനോരമയിൽ, എല്ലാ പത്രങ്ങളിലും, ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളിലും ഇതിന്റെ വിശദ വാർത്തകളുണ്ട്. മലയാള മനോരമയിൽ കൊടുത്തത്, സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ സ്ത്രീകളുടെ വരുമാനത്തിൽ 20% വരെ വർധനയുണ്ടാക്കും മന്ത്രി. അതായത് CP ജോൺ പറയാണ്, ഇങ്ങനെ ഒരു സൗജന്യം ഏർപ്പെടുത്തുന്നതിലൂടെ സ്ത്രീകളുടെ വരുമാനത്തിൽ 20% വരെ വർധനയുണ്ടാകും. സ്ത്രീകൾക്ക്, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഓരോ ദിവസവും ഈ യാത്രാ കൂലി ഇനത്തിൽ അവർക്ക് ലാഭിക്കാൻ പറ്റുന്നത് വലിയൊരു തുകയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. ഇത് അവർക്ക് അവരുടെ മറ്റു ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കും.
അപ്പൊ അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ. മാത്രമല്ല അത് മാർക്കറ്റിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമി കുറെ കൂടി ചലനാത്മകമാകും ഈ സൗജന്യ യാത്രയിലൂടെ. എന്നിട്ട് ഇതിൽ പറയുന്നു, സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സൗജന്യ യാത്ര സ്ത്രീകളുടെ വരുമാനത്തിൽ 15 മുതൽ 20% വരെ വർധനയുണ്ടാക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 8:30 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. അതിന് കൂടെ പറയുന്നു ഓർഡിനറി സർവീസ് പട്ടിക. എല്ലാവരും ശ്രദ്ധിക്കണേ. അതായത് ഓർഡിനറി ബസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ദേശാഭിമാനിക്കാരും അന്തകമ്മികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർഡിനറി ഇപ്പൊ പറയുന്നത് മലപ്പുറത്തൊക്കെ 2 ഓർഡിനറി ബസ്സുള്ളൂ എന്ന് പറയുന്നത്. തെക്കൻ ജില്ലകളിലൊക്കെ 2-3 ഓർഡിനറി ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഇത് വലിയ കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതാ ഓർഡിനറി ബസ്സുകളുടെ പട്ടിക പറയുന്നു. ഓർഡിനറി സർവീസ് പട്ടിക. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി സർവീസുകളുടെ പട്ടിക KSRTC പുറത്തിറക്കി. ഇത് വെറുതെ അല്ല, KSRTC ആണ് പുറത്തിറക്കിയത്. ഏതെല്ലാം ബസ്സുകളിലാണ് സൗജന്യം? അതാ കേട്ടോ, സിറ്റി ഓർഡിനറി, കേട്ടോ, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ടൗൺ ടു ടൗൺ, TT സർവീസുകൾ. ടൗൺ ടു ടൗൺ ഒക്കെ നമ്മുടെ മലബാറിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. ഇത്രയും ബസ്സുകളിലാണ് ഈ സൗജന്യ യാത്ര ലഭിക്കുന്നത്. അതല്ലാതെ വെറും ഈ ഓർഡിനറി ബസ്സുകളിലല്ല, 7 വിഭാഗം ബസ്സുകളിലാണ് സൗജന്യ യാത്ര കിട്ടാൻ. ഇനി എത്ര ബസ്സുകളിൽ എന്ന് പറയുന്നു കേട്ടോ. അത് പ്രത്യേക ടാബ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. അന്തകമ്മികള് ഇത് വെട്ടിയെടുത്ത് സൂക്ഷിച്ചോ കേട്ടോ. ഇതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതായത് ജില്ല തിരിച്ചുള്ള ഓർഡിനറി ബസ്സുകളുടെ എണ്ണമാണ് തിരുവനന്തപുരത്ത് 657. ശരിയാണ്, തിരുവനന്തപുരത്താണ് കൂടുതൽ. തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള 657 ബസ്സുകളുണ്ട്. കൊല്ലത്ത് 415, പത്തനംതിട്ടയിൽ 150, ആലപ്പുഴയിൽ 227, കോട്ടയത്ത് 162, ഇടുക്കിയിൽ 125 ബസ്സുകൾ, എറണാകുളത്ത് 325, തൃശൂരിൽ 153, പാലക്കാട് 122, മലപ്പുറത്ത് 2 അല്ല കേട്ടോ, മലപ്പുറത്ത് 98, കോഴിക്കോട് 156, വയനാട്ടിൽ 172, കണ്ണൂരിൽ 205, കാസർഗോഡ് 128. അങ്ങനെ ആകെ 3125 ബസ്സുകൾ. 3125 ബസ്സുകളിലാണ് തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര VD സതീശൻ സർക്കാർ ഏർപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു സൗജന്യം ഒരു സർക്കാർ, VD സതീശൻ സർക്കാർ ചെയ്യുന്നത്. കയ്യടിച്ചില്ലെങ്കിലും കോക്കി വിളിക്കരുത് അന്തംകമ്പികളെ. നിങ്ങളുടെ ഈ മറ്റേ എന്താ പറയാ ഇരട്ടച്ചങ്കൻ ഉണ്ടല്ലോ, ഇരട്ടച്ചങ്കൻ ഓട്ടച്ചങ്കൻ, അങ്ങനെ വിളിക്കണം, ഓട്ടച്ചങ്കൻ എന്ന് വിളിക്കണം. കാരണഭൂതം കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് ഉള്ള KSRTC ബസ്സുകൾ മുഴുവനും കട്ടമ കയറ്റി അല്ലേ. ഒരു KSRTC ബസ് പോലും പുതുതായി അനുവദിച്ചില്ല. അവിടെ 2 മന്ത്രിമാർ. നമുക്ക് പറയാൻ പോലും ചെളിപ്പുള്ള ആരായിരുന്നു കഴിഞ്ഞ 2 KSRTC വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ ചോദിച്ചാൽ, ഒന്ന് ജെട്ടി മന്ത്രിയല്ലേ, ജെട്ടി അടിച്ചു മാറ്റുക, ജെട്ടിക്കള്ളൻ ഒരാള് പണി പോയക്ക്. മറ്റേ ആള് ഗണേഷ് കുമാറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ. രാവിലെ തന്നെ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ട് വായ കേടുവരുത്തുന്നില്ല.